കർത്താവിൻ്റെ ഏറ്റവും പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ വിശുദ്ധ സഭായോഗത്തിൽ നമ്മുടെ ദൈവത്തിന് മുമ്പാകെ ആയിരിക്കാൻ ദൈവം നമുക്ക് നൽകുന്ന വിലപ്പെട്ട പദവിക്കായി, അനുഗ്രഹത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെല്ലാവരെയും ഞാൻ ക്രിസ്തുവിൽ വന്ദനം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ തിരുവചന ധ്യാനത്തിനായിട്ട് വിശുദ്ധ പത്രോസിൻ്റെ ഒന്നാമത്തെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 1 പത്രോസ് 1:13. ആകയാൽ നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ച് നിർമ്മതരായി യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിങ്കൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവീൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് മഹത്വം. ഇന്നത്തെ ദിവസം ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവെ, ഇന്നത്തെ വിശുദ്ധ സഭായോഗം ആത്മനിയോഗത്തോടെ ഇതുവരെയും ദൈവം കൊണ്ടുവന്നു. പ്രത്യാശയാണിന്ന് ഞാൻ ദൈവമുമ്പാകെ പാട്ടിലായാലും പ്രാർത്ഥനകളിലുമൊക്കെ സങ്കീർത്തനത്തിലുമൊക്കെ ആ ഒരു ദൈവികമായ അനുഭവത്തെക്കുറിച്ച് ചിന്തിക്കാനിടയായി. അല്ലേ? നമ്മളെ ഈ ഭൂമിയിൽ നിലനിർത്തുന്നത് പ്രത്യാശയാണ്. സാധാരണ പറയാറുണ്ട്, അല്ലേ, മരണ വീട്ടിൽ ഒക്കെ ഉദ്ധരിക്കാറുള്ള ഒരു വാക്യം എന്താണ്? നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതെ ഇരിക്കേണ്ടതിന്. ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹം അല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ പ്രത്യാശയുള്ളവരാ. അതാണ് നമ്മുടെ ഈ ലോകത്തിലെ കഷ്ടങ്ങളൊക്കെ അനുഭവിക്കുവാൻ, ഇതൊക്കെ സഹിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. നമ്മളൊക്കെ കാണുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഇവർക്കൊരു കുഴപ്പവും, അല്ലേ? ആളുകളെ കാണുമ്പോഴേ നമ്മളൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് രാവിലെ ഒരുങ്ങി നല്ല സാരിയൊക്കെ കൊടുത്ത് നമ്മുടെ സഹോദരിമാർ നല്ല ചുരിദാറൊക്കെ ഇട്ട് വരുന്നു, അല്ലേ? സഹോദരന്മാർ നല്ലപോലെ പാൻറ്റും നല്ല ഷർട്ടും ഒക്കെ ഇട്ട്, അല്ലേ വെച്ചാ ടിപ്പ് ടോപ്പായിട്ടൊക്കെ നമ്മൾ വരുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഒരു കുഴപ്പവും. നമുക്ക് പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല. പക്ഷേ ഈ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടെങ്കിലും ഇതിനെയൊക്കെ സഹിക്കാനും അതിജീവിക്കുവാനും നമുക്ക് ദൈവിക പ്രത്യാശയുണ്ട്. ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ്. എന്താ കാരണം? പ്രതീക്ഷയില്ല. ഇനി രക്ഷപ്പെടുമെന്നൊരു പ്രതീക്ഷ ഇല്ല. അത് വരുമ്പോഴാണ് ആളുകൾ മരിക്കുന്നത്. ഇനി ജീവിച്ചിട്ട് കാര്യം ഇല്ല എന്ന് ചിന്തിക്കുമ്പോൾ ആൾക്കാരെന്ത് ചെയ്യും? എന്നാൽ ജീവിതം അങ്ങ് അവസാനിപ്പിച്ചേക്കാമെന്ന് ചിന്തിക്കും. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം പ്രത്യാശയുണ്ട്, പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ എന്തു വന്നാലും ഇതൊന്നും അവസാനമല്ല, അവിടം കൊണ്ടൊന്നും തീരില്ല. അത്ര പേര് വിശ്വസിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് നമ്മളിത് പറയുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ സേവിക്കുന്ന ദൈവം ഏത് പ്രതീക്ഷയില്ലാത്തിടത്തും എല്ലാം അവസാനിച്ചെന്ന് തോന്നുന്നിടത്തും, അല്ലേ, അവിടുത്തെ അത്ഭുതങ്ങൾ ചെയ്യാൻ വിശ്വസ്തനാ. സ്തോത്രം. അപ്പം ഈ ദൈവം നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ പറയുന്നത്, അല്ലേ, ദൈവം ഞങ്ങൾക്ക് അനുകൂലം. അല്ലേ? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. അപ്പം അതുകൊണ്ട് ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏറ്റവും വലിയ കൈമുതൽ പ്രത്യാശയാണ്. പക്ഷേ പിശാച് അതിനകത്താണ് പിടിച്ചിരിക്കുന്നത്. പ്രത്യാശ നഷ്ടപ്പെടുത്തുക, പ്രതീക്ഷ നഷ്ടപ്പെടുത്തുക. ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന സമയത്തൊക്കെ കാര്യങ്ങൾ നടക്കാതിരിക്കുമ്പോൾ പിശാച് ഈ പ്രതീക്ഷ എന്തു ചെയ്യും? നഷ്ടപ്പെട്ടെന്നൊക്കെ നമ്മളോട് പറയും. ഞാൻ നിങ്ങളോട് പറയാം, അങ്ങനെ പ്രതീക്ഷ നഷ്ടപ്പെട്ടവരല്ല, നമുക്ക് പ്രത്യാശയുണ്ട്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാം, ഈ എൻ്റെ പ്രസംഗം കേട്ടിട്ട് അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നൊന്നുമില്ല എല്ലാം ഈ ഭൂമിയിൽ നടക്കുമെന്നൊന്നും ഞാൻ പറയില്ല. അത് ദൈവവചനത്തിനെതിരാണ്. എന്തോ ആമേനും പറഞ്ഞ് സ്തോത്രമൊക്കെ പറഞ്ഞുണ്ടോ? ഇവിടെല്ലാം നേരെയായി നിങ്ങൾക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഇവിടെ ഒരു പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിൽ ഒന്നും നടന്നില്ലെങ്കിലും അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്കൊരു പ്രത്യാശയുണ്ട്. അവിടെയാ നമ്മുടെ പ്രത്യാശയുടെ പൂർത്തീകരണം താൽക്കാലികമായി ഇവിടുത്തെ എന്തെങ്കിലും വിടുതലോ സൗഭാഗ്യങ്ങളിലോ അല്ല. ലോക മനുഷ്യർ അതിൽ സന്തോഷിക്കട്ടെന്നേ.
നമ്മുടെ പ്രതീക്ഷ ഉയരത്തിലാണ്. അയ്യോ പാസ്റ്റർ, ചിലർക്ക് അത് പോരാ, അവർക്ക് പോരാ, ഞങ്ങൾക്ക് ഇവിടെ തന്നെ ഞങ്ങൾക്ക് ചില വിടുതൽ. പാസ്റ്ററെ, എന്നെ നിന്ദിച്ചവരുടെ മധ്യേ മാനിച്ചേ പറ്റൂ, അങ്ങനെയൊക്കെ വാശി പിടിക്കുന്നവരുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പ്രൈസലോ, നമ്മളെന്തോ നിന്ന് ഏറ്റെന്നാ. എന്തോ ഏറ്റേ? സ്തോത്രം. ഞങ്ങളെ അങ്ങ് ലജ്ജിപ്പിച്ചു, ഞങ്ങൾ ലജ്ജിച്ചു. കർത്താവേ, ഞങ്ങൾ മാനിക്കപ്പെടണം പാസ്റ്ററെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവിടുന്ന് അനുഭവിച്ചതിൻ്റെ ഒന്നും നിങ്ങളാരും അനുഭവിച്ചിട്ടില്ല. ഭക്തന്മാരായ മനുഷ്യരനുഭവിച്ചതിൻ്റെ കഷ്ടതയുമായി നമ്മുടെയൊക്കെ ജീവിതം തുലനം ചെയ്യുമ്പോൾ ഒന്നും അനുഭവിച്ചിട്ടില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, അവരൊക്കെ തേജസ്സോടെ നിൽക്കുന്ന ഒരു ദിവസം വരും. അതിലാണ് നമ്മുടെ പ്രതീക്ഷ. എനിക്കറിയാം, അങ്ങനെയൊക്കെ പറഞ്ഞാൽ വലിയ ഉണർവ് വരത്തില്ല. ഉണർവ് വരണമെങ്കിൽ ഇവിടെ വല്ലതും കിട്ടുമെന്ന് തന്നെ പറയണം. ഇവിടെ നിന്നെ മാനിക്കുമെന്നും ഇവിടെ ഉയർത്തുമെന്നും. അതുകൊണ്ടാണ് നമ്മുടെ ഒന്നും പ്രസംഗം കാണാൻ ആളില്ല. കാര്യം വെച്ചാൽ ഇവിടെ ഉയർത്തുന്നത് പറയാനില്ല. വാലല്ല തലയാക്കുമെന്നും, ഇന്ന് ദൈവം നിൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചിട്ടേ വിടുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞാലേ ആൾക്കാർക്ക് ഒരു സന്തോഷമുള്ളൂ. പ്രവർത്തിക്കത്തില്ലെന്നൊന്നും ഞാൻ പറയത്തില്ല. പക്ഷേ നമ്മുടെ ആത്യന്തിക പ്രതീക്ഷ ഇവിടെ അല്ല. പത്രോസ് ഈ ലേഖനം എഴുതുന്നത് ചിതറിപ്പാർക്കുന്ന വിശ്വാസികൾക്കാണ്. 1-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങൾ എന്താ വായിക്കുന്നത്? അതിൽ ഇപ്പോൾ നിങ്ങൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളിൽ സ്തോത്രം. നമ്മളിത് ആർക്കാ എഴുതുന്നത്? 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. ആ ആ ഒരു വലിയ സമൂഹത്തെ ആസിയയിലും ബിഥുന്യയിലും കപ്പദോക്യയിലും ഗലാത്യയിലും ഒക്കെ ചിതറിപ്പാർക്കുന്ന ഒരു വലിയ സമൂഹത്തിന് വേണ്ടി എഴുതുക. സ്തോത്രം. പക്ഷെ അവരുടെ മേലെല്ലാം ദൈവത്തിൻ്റെ വലിയ രക്ഷയുടെ സന്ദേശമെത്തി. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ അവർ തളിക്കപ്പെട്ടവരായി മാറി. സ്തോത്രം. അവരെല്ലാം ദൈവത്തിൻ്റെ വൃതന്മാരാണ്. പക്ഷെ ഇത്രയൊക്കെ പദവി ഉണ്ടെങ്കിലും അവരെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് 6-ാമത്തെ വാക്യത്തിൽ ഇപ്പോഴെന്ത് ചെയ്യുക? ഇപ്പം നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും, ഞാൻ അതിന് മുമ്പുള്ള പദം പറയാതെ വിട്ടല്ല, ഞാനത് പറയും, ശ്രദ്ധിക്കണം. നിങ്ങൾ നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാൽ ഇപ്പൊ എന്ത് ചെയ്യുക? നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കുക. പക്ഷെ അപ്പോസ്തലൻ എഴുതിയപ്പോൾ ആദ്യം തന്നെ ഒരു വാക്കോട് എഴുതി, അല്പനേരത്തേക്ക്. ഇന്ന് പകൽ പ്രിയപ്പെട്ടവരെ, ഇവിടുത്തെ ദുഃഖവും ഇവിടുത്തെ നിരാശയും ഇവിടുത്തെ തകർച്ചയും ഇവിടുത്തെ പ്രശ്നങ്ങളും ഇവിടുത്തെ പരീക്ഷകളുമൊക്കെ വേദപുസ്തകത്തിന്റെ ഭാഷയിൽ അല്പനേരത്തേക്കാ. പൗലോസ് പറയുക, നോടി നേരത്തേക്കുള്ള നിങ്ങളുടെ ലഘുവായ കഷ്ടം. എന്തുകൊണ്ടാണ് ഈ അല്പനേരമെന്നും ലഘുവായ കഷ്ടമെന്നും ഒക്കെ പറയുന്നത്? അതിൻ്റെ കാരണം, ഇതിനെ താരതമ്യം ചെയ്യുന്നത് ഈ ഭൂമിയിലെ നിങ്ങളുടെ ആയുസ്സോ ഇവിടുത്തെ ജീവിതം വെച്ചല്ല. പകരം ഇതിനെ താരതമ്യം ചെയ്യുന്നത് നിത്യതയുമായി തുലനം ചെയ്തിട്ട അപ്പോസ്തലൻ ആത്മാവിൽ പറയുകയാ. നിത്യതയുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഇവിടെ നിങ്ങൾ അനുഭവിക്കുന്ന ഈ കഷ്ടതകളും ഇവിടുത്തെ പരീക്ഷണങ്ങളും ഇവിടുത്തെ നിരാശകളും ഒക്കെ താൽക്കാലികമാണ്, നൊടി നേരത്തേക്കാണ്. അതിനുശേഷം ഇതെല്ലാം അവസാനിച്ചിട്ട് ഞാനും നിങ്ങളും ഈ കഷ്ടത നിറഞ്ഞ, ഈ അനർത്ഥം നിറഞ്ഞ, ഈ വേദന നിറഞ്ഞ ലോകത്തിൽ നിന്ന് പറന്നു പോകുമെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. അല്പനേരത്തേക്ക് കഷ്ടം അനുഭവിക്കുകയാ, ഇല്ലയോ?
അപ്പൊ ഇത് കുറച്ച് സമയമേ ഉള്ളൂ. നമ്മുടെ ഇവിടുത്തെ വേദന തീരാറായി. ഞാൻ പറഞ്ഞില്ല, ഇന്ന് പ്രത്യാശയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, വേറൊന്നും പറയാനില്ല. ഇവിടുത്തെ വേദന, ഇവിടുത്തെ കഷ്ടമൊക്കെ തീരും. പക്ഷേ എനിക്കവിടെ പത്രോസിന്റെ അടുത്ത പദം കഷ്ടതയും പ്രയാസവും ദുരിതവും ബുദ്ധിമുട്ടും ഒക്കെ ആണെങ്കിലും അയ്യോ വന്നത് ഗതികേടായി പോയല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നു എന്നല്ല. ദൈവത്തെ ആരാധിച്ചത് വലിയ മോശമായി, ഇതിന്റെ ആവശ്യമില്ലായിരുന്നെന്നല്ല. അവിടെ എഴുതിയിരിക്കുന്നു, പ്രശ്നമൊക്കെ ആണെങ്കിലും കഷ്ടതയാണെങ്കിലും പത്രോസ് പറയുക 6-ാം വാക്യത്തിന്റെ അവസാന ഭാഗം, എങ്കിലും ഞങ്ങൾ ആനന്ദിക്കുന്നു. വചനം മനസ്സിലായോ? ഇന്ന് പകൽ ഈ ലോകത്ത് ജീവിതത്തിന്റെ ദുരിതങ്ങളുടെ നടുവില്, കഷ്ടങ്ങളുടെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ ഒരു ദൈവവേദനാകപ്പെടുമ്പോ ദുഃഖിച്ചിരിക്കാനല്ല. കാരണം ഇത് അല്പകാലമേ ഉള്ളെന്ന്, ഇത് ആമേൻ അല്ലേ കുറച്ച് സമയത്തേക്കേ ഉള്ളൂ, നൊടി നേരത്തേക്കേ ഉള്ളൂ. അതിനപ്പുറം ഞങ്ങൾക്കൊരു പ്രത്യാശയുണ്ടെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ആനന്ദിക്കുന്നുവെന്നാ പറയുന്നത്. ഇന്ന് പകൽ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രതിസന്ധിയുടെ നടുവിൽ, പ്രശ്നങ്ങളുടെ നടുവിൽ ദുഃഖിച്ച് നിരാശപ്പെട്ട് താണിരിക്കാനല്ല, തകരാനല്ല. സ്തോത്രം. ആനന്ദിക്കാൻ. പത്രോസിന് ഇത് എങ്ങനെയാ ആനന്ദിക്കേണ്ടതെന്ന് പറയാ. എന്താ ഈ ആനന്ദിക്കാനുള്ള കാരണം? 7-ാം വാക്യം. ആമേൻ. നിർത്തണേ മോളെ. അവിടെ പറയാ, ഈ അനുഭവിക്കുന്ന ശോധനകൾ, ഈ ലോകത്തിലുള്ള കഷ്ടങ്ങൾ, ഈ ലോകത്തിലുള്ള പ്രയാസങ്ങളൊക്കെ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധനയാ. മനസ്സിലായോ? എന്തിനാ ഈ കഷ്ടം? എന്തിനാ ഈ ദുരിതങ്ങൾ? നീ പ്രാപിച്ചെടുത്ത വിശ്വാസത്തെ ഒന്ന് പരിശോധിക്കാനാ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഈ ക്വാളിറ്റി ഇല്ലാത്ത വിശ്വാസം കൊണ്ട് സ്വർഗത്തിൽ പോകാൻ പറ്റുകയല്ല. സ്തോത്രം. ആളുകൾക്ക് രക്ഷിക്കപ്പെട്ട് മുന്നോട്ട് വരാനൊക്കെ വലിയ ഇഷ്ടമാണ് അല്ലേ? യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചാൽ മതി, വിശ്വസിച്ചാൽ മതി, വായ കൊണ്ട് ഏറ്റ് പറഞ്ഞാൽ മതി, ഇതിനകത്ത് വരാം, അവൻ്റെ കൃപയിലേക്ക് വരാം. പക്ഷേ കുറച്ചു നേരത്തെ ആ പശ്ചാത്താപം കൊണ്ടും ആ ഏറ്റുപറച്ചിലും കൊണ്ട് നേരെ അങ്ങ് സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന പണിയല്ല. പകരം നീ വിശ്വസിച്ച വിശ്വാസത്തിന് മാറ്റമുണ്ടോ എന്ന് നോക്കണം. എൻ്റെ കൂടെ ഉണ്ടോ? നീ വിശ്വസിച്ച വിശ്വാസം മാറ്റമുള്ള വിശ്വാസമാണോ? കഷ്ടതകളെ അതിജീവിക്കാനുള്ള കരുത്തുള്ള വിശ്വാസമാണോ? പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ശക്തി അതിനുണ്ടോ എന്നൊന്ന് പരിശോധിച്ച് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ നിന്റെ വിശ്വാസത്തിന് ദൈവം വിലയിടുകയുള്ളൂ. എത്ര പേര് എൻ്റെ കൂടെ ഉണ്ട്? സ്തോത്രം, സ്തോത്രം. നമ്മുടെ പുറത്തിറങ്ങിയുള്ള സുവിശേഷം പറച്ചിലിൻ്റെ രീതി കേട്ടാൽ ആൾക്കാർ പുറത്തുള്ളവർ ചിന്തിക്കും, സ്വർഗത്തിൽ പോകാൻ വളരെ എളുപ്പമാണ്, എന്ത് ചെയ്താൽ മതി, സിമ്പിൾ. യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചാൽ മതി, എവിടെ പോവാം? സ്തോത്രം, സ്തോത്രം. പക്ഷെ നമ്മൾ ഇത്രേ അവിടെ പറയുന്നുള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. പിടികിട്ടുന്നുണ്ടോ? പക്ഷേ അങ്ങനെ വിശ്വസിച്ച് ഇതിനകത്തേക്ക് വരുന്നവരോട് ആദ്യം പറയണം, ഈ വിശ്വാസത്തിൻ്റെ മാറ്റ് തെളിയണം. സ്തോത്രം. അതിന് ദൈവം വെച്ചിരിക്കുന്ന മാർഗമാണ് കഷ്ടത. ശിഷ്യന്മാർക്ക് ഈ ബോധ്യമുള്ളത് കൊണ്ട് വിശ്വാസത്തിൽ വരുന്ന എല്ലാവരോടും ആദ്യം പറയുന്നത് ഇന്ന് പറയുന്ന പോലെ വാ ഇങ്ങോട്ട് വന്നാൽ മതി, വീട് കിട്ടും, കാറ് കിട്ടും, ലോറി കിട്ടുമെന്നൊന്നുമല്ല. വന്നു കയറി വരുന്നവനോട് ആദ്യം പറയുന്നത്, നാം അനേകം കഷ്ടങ്ങളിൽ കൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു.
ഇന്നത്തെ നമ്മുടെ ആളുകൾ പറയും, എന്ത് മണ്ടത്തരമാ ഉപദേശി പറയുന്നേ, ഇങ്ങനൊന്നും പറഞ്ഞ ആൾക്കാർ നിൽക്കത്തില്ല, കഷ്ടം മാറുമെന്നല്ലേ പറയണ്ടേ, അല്ലേ? ഇതിനകത്തോട്ട് വന്നാൽ ഒരു കുഴപ്പവും ഇല്ലെന്നല്ലേ പറയേണ്ടത്. അങ്ങനെ പറഞ്ഞെങ്കിലല്ലേ നമ്മുടെ വിശ്വാസത്തിന് ഒരു വിലയുള്ളൂ, അങ്ങനെ പറഞ്ഞെങ്കിലല്ലേ ആൾക്കാർ നിൽക്കുകയുള്ളൂ. ഇവിടെ നിർത്താനും പിടിച്ചു നിർത്താനും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള പണിയൊന്നുമല്ല, ഇത് മാറ്റി തെളിയിക്കണം. ഇതേ ഒരുവൻ അതിശ്രേഷ്ഠനായ ഒരുവൻ അല്ലെ വില കൊടുത്ത് സമ്പാദിച്ചു തന്ന രക്ഷയാ. സ്തോത്രം. ആ രക്ഷ ആമൻ ഇന്ന് പകൽ സൗജന്യമായി തരിക. പക്ഷേ നിന്റെ വിശ്വാസത്തിന് മാറ്റു തെളിയണം. പ്രവൃത്തിയിലൂടെയല്ല രക്ഷ. ഒരു പ്രവൃത്തി കൊണ്ട് വന്ന് കിട്ടില്ല, രക്ഷ കിട്ടില്ല. പക്ഷേ വിശ്വസിച്ചകത്ത് വന്നവന്റെ വിശ്വാസം അത് പ്രവൃത്തിയിലൂടെ തെളിയിക്കപ്പെടണം. ഞാൻ വിളിച്ചത് എൻ്റെ കർത്താവിനെ ആണെങ്കിൽ ഈ കർത്താവിന് വേണ്ടി എന്ത് കഷ്ടവും സഹിക്കാൻ, എന്ത് നഷ്ടവും സഹിക്കാൻ അവൻ ഞാൻ എന്നെ തന്നെ തരുന്നുവെന്ന് പറഞ്ഞ് ആ സ്നേഹത്തിൽ കഷ്ടത സഹിക്കുന്ന അവൻ വിശ്വാസിയുടെ കഷ്ടതയാണ് വിശ്വാസത്തിൻ്റെ മൂല്യമെന്ന് പറയുന്നത്. സ്തോത്രം. അതുകൊണ്ട് അവിടെ പറയുക, സന്തോഷിക്കുന്നു, ആനന്ദിക്കുന്നു. എന്തിനാ ആനന്ദിക്കുന്നത്? ഇത് വിശ്വാസത്തിന്റെ പരിശോധനയായതുകൊണ്ടാ. വിശ്വാസത്തിന്റെ പരിശോധനയുടെ അവസാനം എന്ത് ചെയ്യും? വായിച്ചേ. അല്ല, ഈ വാക്യം തീയിൽ ശോധന അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതാകുന്നു. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്വർണം തീയിലൂടെ ഇട്ട് അല്ലെ അതിൻ്റെ മാറ്റു വർദ്ധിപ്പിക്കുന്നു. ഇതുപോലെ കഷ്ടതയുടെ തീച്ചുളയിലൂടെ ദൈവം തൻ്റെ ജനത്തെ കടത്തിവിടുമ്പോഴാണ് അവരുടെ വിശ്വാസത്തിൻ്റെ മാറ്റു തെളിയുന്നത്. നിങ്ങൾ ചോദിക്കും, ഇത് ആദിമകാലത്ത് അന്ന് പ്രതികൂലമുണ്ടായത് കൊണ്ട് പത്രോസ് എഴുതിയതാണോ, അതോ എല്ലാ കാലത്തേക്കുമുള്ള വിശ്വാസിക്കും ഇത് തന്നെയാണോ മാർഗം? പാസ്റ്റർ, ഇത് പണ്ടത്തേക്കുള്ളതല്ലേ? ചില ആൾക്കാർ അങ്ങനെ പറയും. ഇതൊന്നും നമുക്കുള്ളത് അല്ല, അത് അന്നത്തെ കൺസെപ്റ്റില് അന്നത്തെ പശ്ചാത്തലത്തിൽ എഴുതിയതാ. ഇന്ന് എഴുതുവാണെങ്കിൽ ഇങ്ങനെ എഴുതണം പാസ്റ്റർ. ഇന്ന് നമുക്ക് പ്രശ്നമൊന്നും ഇല്ലല്ലോ. അന്നും ഇന്നും എന്നും വിശ്വാസത്തിന് വില കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തിന് വില കൊടുത്തേ പറ്റൂ. അടുത്തത് 7-ാം വാക്യത്തിന്റെ 2-ാമത്തെ ഭാഗം പറയുന്നു, അങ്ങനെ വിലയേറിയത് എന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണാൻ ഇടവരും. എൻ്റെ പ്രിയപ്പെട്ടവരെ, മാറ്റു തെളിയിച്ച വിശ്വാസം യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അല്ലെ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനും കാണാൻ ഇടവരും. ഇന്ന് പകൽ മാറ്റു തെളിയിച്ചവർ മാത്രമേ അവന്റെ പ്രത്യക്ഷതയിൽ തേജസ്സോടെ നിൽക്കുകയുള്ളൂ. വിശ്വാസത്തിന്റെ മാറ്റു തെളിയിച്ചവർ മാത്രമേ അവന്റെ തേജസ്സിൽ മാനിക്കപ്പെടുകയുള്ളൂ. ഈ തിരിച്ചറിവുള്ള ദൈവമക്കൾക്കറിയാം, ഇന്ന് ഞാൻ അവന് വേണ്ടി എന്ത് സഹിച്ചാൽ തേജസ്സിന്റെ ദിവസം, കർത്താവിന്റെ വരവെങ്കിൽ ഞാൻ മാനിക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട്. എനിക്കൊരു തേജസ് ലഭിക്കുന്ന ഒരു ദിവസമുണ്ട്. എനിക്കൊരു മാന്യത വെളിപ്പെടുന്ന ദിവസമുണ്ട്. ജീസസ്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഇതാണ് രക്ഷയുടെ ആ പൂർത്തീകരണം. നമ്മൾ വായിച്ച കുറിവാക്യത്തിലേക്ക് വരാം. അതുകൊണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യണം? വിശ്വാസിയെ, നിങ്ങളുടെ മനസ്സിന്റെ അരകെട്ടണം, മനസ്സ് ഉറപ്പിക്കണം. ഇന്ന് പകൽക്കാലം ഒരു വിശ്വാസിയുടെ മനസ്സ് വളരെ പ്രധാനപ്പെട്ട, വിശ്വാസിയുടെ എന്നല്ല എല്ലാവരുടെയും മനസ്സാണ് പ്രധാനം. മനസ്സൊരു യുദ്ധക്കളമാണ്. സ്തോത്രം. പലമാതിരി ചിന്തകൾ പോകുന്നൊരു സ്ഥലമാണ്. നല്ലതും ചീത്തയായതുമൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാ. സങ്കല്പങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാ, വിചാരങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാ, വൈകാരികതയുടെ ചിന്തകൾ പോകുന്ന സ്ഥലമാ. മനസ്സ് വല്ലാത്തൊരു യുദ്ധക്കളമാണ്.
പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒരു വിശ്വാസിക്ക് അടിസ്ഥാനപരമായി നിയന്ത്രണം ഉണ്ടാകേണ്ടത് അവരുടെ മനസ്സിൻ്റെ അരകെട്ടുക എന്നുള്ളതാണ്. ഇന്ന് രാവിലെ ഈ ആലയത്തിനകത്തിരിക്കുമ്പോഴും പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഇന്ന് ഈ പ്രത്യാശയുടെ ദൂത് നിങ്ങൾ കേൾക്കുമ്പോഴോ നിങ്ങൾ ഈ പ്രത്യാശയെക്കുറിച്ചാണോ ചിന്തിക്കുന്നത്? കർത്താവിൻ്റെ മുമ്പിൽ ഞാൻ തേജസ്സോടെ നിൽക്കുന്ന ഒരു ദിവസമുണ്ടെന്ന്, അന്ന് എനിക്ക് പുകഴ്ച ഉണ്ടാകുമെന്ന്, അന്ന് എനിക്ക് മാന്യത ഉണ്ടാകുമെന്ന് ഞാനിവിടെ വലിയ വായിൽ വിളിച്ചു പറയുമ്പോൾ ആത്മാവ് നിങ്ങളോട് ഓരോരുത്തരോടും വ്യക്തിപരമായി ചോദിക്കുക, നിങ്ങളുടെ മനസ്സിലൂടെ ഇന്ന് പകൽ എന്താ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ മനസ്സിന്റെ അര കെട്ടുന്നുണ്ടോ? നിങ്ങളുടെ മനസ്സ് നിങ്ങൾ നിയന്ത്രിച്ച് ഈ ദൂതിനകത്തേക്ക് വരാൻ പോലും നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ എത്രയോ അപകടകരമായ പ്രതിസന്ധിയിലൂടെയാണ് നിങ്ങൾ പോകുന്നത്. നമ്മുടെ മനസ്സിന് വ്യത്യാസം വന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതം തകരാൻ തുടങ്ങും. ചിന്തകളുടെ മണ്ഡലമാണ് മനസ്സ്, അല്ലേ? നമ്മൾ പ്രവർത്തിക്കുന്നതൊക്കെ എന്തുകൊണ്ടാ? നമ്മുടെ ചിന്തയ്ക്കനുസരിച്ചാ. ഇന്ന് രാവിലെ എഴുന്നേറ്റ് ചിന്തിക്കുക, ഓ ഇന്ന് ആരാധനയ്ക്ക് പോകണ്ട, ഇവിടെ കിടക്കാമെന്ന് ചിന്തിച്ചാൽ എന്ത് ചെയ്യും? ആ ചിന്തയ്ക്ക് അടിമപ്പെടുന്ന ആളാണെങ്കിൽ, അല്ലേ, അതിനെ മറികടക്കാൻ അതായി മനസ്സിൻ്റെ അര കെട്ടുക, കൺട്രോൾ ചെയ്യാൻ ഇല്ലെങ്കിൽ നീ ചിന്തിച്ചതുപോലെ പ്രവർത്തിക്കും. ഇതുപോലെ കൈ അടിക്കേണ്ടെന്ന് ചിന്തിച്ച് അതിനകത്തോട്ട് ഇരിക്കുന്നെങ്കിൽ കൈ പൊങ്ങത്തില്ല. ഇന്ന് സ്തോത്രം പറയത്തില്ല, എന്തിനാ പറയുന്നതെന്നാ ചിന്തിച്ചെങ്കിൽ പിന്നെ അതരം പൊങ്ങത്തില്ലെന്നേ. സ്തോത്രം, സ്തോത്രം ഇല്ല. ഞാനിന്ന് കർത്താവിന് സ്തോത്രം ചെയ്യും, ഞാനിന്ന് ആരാധിക്കും, ഞാനിന്ന് പാടും, ഞാനിന്ന് ഉറക്കെ ഹല്ലേലൂയ പറയും. ഇന്ന് പകൽക്കാലം അതൊന്ന് തീരുമാനിച്ചാലുണ്ടല്ലോ, ആമേൻ, ശത്രുവിൻ്റെ അല്ലെ ആ കെട്ട് പൊട്ടും. നിങ്ങളുടെ തന്നെ അല്ലേ എന്താ നിങ്ങളുടെ തന്നെ അകത്ത് നിങ്ങളുടെ ശരീരത്തെ അല്ലെ ചലിപ്പിക്കാൻ അനുവദിക്കാതെ, ആരാധിക്കാൻ വാ തുറക്കാൻ അനുവദിക്കാതെ, പാടാൻ അനുവദിക്കാതെ ഉള്ള ഒരു അതിരുണ്ട്, ഒരു ടെറിട്ടറി ഉണ്ട്. അതെല്ലാം ബ്രേക്ക് ചെയ്യാൻ കഴിയും. ഇന്ന് പകൽ ആത്മാവിന്റെ നിയന്ത്രണം, ആത്മാവിലൊന്ന് ശരീരത്തെ നിയന്ത്രിച്ച്, ജഡത്താലല്ല ഇന്ന് പകൽ നിയന്ത്രിക്കേണ്ടത്. ആത്മാവിൽ ജഡത്തിന്റെ പ്രവൃത്തികളെ ഒന്ന് നിയന്ത്രിക്കാൻ ഞാൻ നിങ്ങൾ തയ്യാറായാൽ ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ ചിന്ത, നിങ്ങളുടെ സാഹചര്യങ്ങൾ എല്ലാം മാറുകയാ. ചില വ്യക്തികളുടെ ജീവിതം തകരുന്നതെന്നറിയാമോ? അവരുടെ തെറ്റായ ചിന്താഗതി, അവരുടെ തെറ്റായ പ്ലാനുകൾ അവരെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ആമേ തെറ്റായ ചിന്തകൾ. നമ്മുടെ മനസ്സിനെ, നമ്മുടെ ചിന്തകളെ സ്വാധീനിക്കുന്ന എന്താ? നമ്മുടെ അനുഭവങ്ങളാ, അല്ലേ? ഇന്ന് രാവിലെ ആരാധനയ്ക്ക് വരുന്നതിന് മുമ്പ് ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്നുള്ളത് നമുക്ക് അനുഭവമായിട്ട് അറിയാം, കുറെ നാളുകൊണ്ട് അറിയാം. അപ്പൊ ഈ അനുഭവങ്ങൾ അനുസരിച്ച് നമ്മുടെ മനസ്സ് സെറ്റ് ചെയ്ത് വെച്ച് ഇത്രയൊക്കെ എന്തായാലും അവിടെ ഉള്ളൂ, അങ്ങനല്ലേ? അപ്പൊ പ്രത്യേകിച്ച് വേറൊന്നും സംഭവിക്കാൻ ഇല്ല. ഇതുപോലെ എല്ലാ കാര്യത്തെക്കുറിച്ചും നമ്മുടെ അനുഭവങ്ങൾ കൊണ്ട് നമുക്ക് എന്തുണ്ട്? പാഠങ്ങളുണ്ട്. ഈ അനുഭവം വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ചിന്താമണ്ഡലം രൂപപ്പെടും. ഞാനിന്ന് നിങ്ങളോടൊരു കാര്യം പറയാം. ലോകത്തുള്ള എല്ലാ കാര്യത്തെയും നിങ്ങളുടെ അനുഭവം വെച്ചും നിങ്ങളുടെ അറിവ് വെച്ചും നിങ്ങളുടെ കഴിവ് വെച്ചും ഒക്കെ ചിന്തിച്ചും പ്രവർത്തിച്ചും പോയിക്കോ. പക്ഷേ നിങ്ങളുടെ ദൈവത്തെ അതിനകത്ത് നിങ്ങൾ ഒതുക്കാൻ ശ്രമിക്കരുത്. എത്ര പേർക്ക് ദൂത് മനസ്സിലായി? ആത്മീയ കാര്യത്തെ മാത്രം നിന്റെ ചിന്തയ്ക്കകത്ത് ഒതുക്കരുത്. ഇത് വേറെ മണ്ഡലമാ. ഇതിന്റെ നിയന്ത്രണം എൻ്റെ ദൈവത്തിന്. നീ ചിന്തിക്കുന്നത് പോലെയല്ല. നീ നിന്റെ ചിന്താമണ്ഡലം, നിന്റെ മനസ്സിന്റെ ആര കെട്ടി നീ ദൈവത്തിനൊന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ നീ ചിന്തിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ഇതിനകത്ത് പലതും ചെയ്യാൻ എൻ്റെ ദൈവം ഇന്ന് രാവിലെ വിശ്വസ്തനാ. അതുകൊണ്ട് മുൻവിധികളൊക്കെ മാറ്റിവെച്ച് ഇന്ന് പകൽക്കാലം ഇതിനകത്തോട്ട് വന്ന് തുറന്ന മനസ്സോടെ, എൻ്റെ അപ്പ, ഞാൻ ഇന്ന് രാവിലെ നിന്റെ അടുത്ത വന്നിരിക്കുന്നത്. എൻ്റെ ചിന്തകൾ, എൻ്റെ കഴിഞ്ഞകാല അനുഭവങ്ങൾ, അവൻ എൻ്റെ പദ്ധതികളെല്ലാം മാറ്റിവെച്ച് ഞാൻ തുറന്ന മനസ്സോടെ ഈ രാവിലെ നിന്റെ മുമ്പിൽ വന്നിരിക്കുന്നു. എന്നോടൊന്ന് സംസാരിക്കണമേ, എന്നോടൊന്ന് ഇടപെടണമേ, എന്റെ ജീവിതത്തെ ഒന്ന് രൂപാന്തരപ്പെടുത്തണമേ, എന്നെ ഒന്ന് അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് ഇന്ന് പകൽ ഏൽപ്പിച്ചു കൊടുത്താൽ നിങ്ങൾ ചിന്തിക്കുന്നതിലും നനയ്ക്കുന്നതിലും ആത്യന്തപരമായി എന്റെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. സ്തോത്രം. അതിനാദ്യം ഈ പാറിപ്പോകുന്ന, പാഞ്ഞു പോകുന്ന, ചിതറിപ്പോകുന്ന നിന്റെ ചിന്തകളെ നീ എന്ത് ചെയ്യണം? ഒന്ന് പിടിച്ചടക്കണം. സ്തോത്രം. നിങ്ങളുടെ മനസ്സിന്റെ അര കെട്ടി
അതുകൊണ്ടല്ലേ പറഞ്ഞത്, ക്രിസ്തുവിന് വിരോധമായി ഉയരുന്ന ചിന്തകൾ, സങ്കല്പങ്ങളെയൊക്കെ ഞങ്ങൾ പിടിച്ചടക്കി അവനോടുള്ള അനുസരണത്താൽ, അല്ലേ? സ്തോത്രം. അപ്പം അതുകൊണ്ട് കർത്താവിനെ അനുസരിക്കാൻ തീരുമാനിക്കുന്നവർ ഇതിനെ എന്ത് ചെയ്യും? കീഴടക്കും. അതാ അനുസരണം. ആരെയാ? ക്രിസ്തുവിനെ ആണെങ്കിൽ നമ്മൾ കീഴടക്കിയിരിക്കും. സ്തോത്രം. നമുക്കറിയാം, ഈ അരകെട്ടുക എന്ന് പറഞ്ഞ വാക്ക് അവിടെ ഉപയോഗിക്കേണ്ട അർത്ഥം കൂടെ ഞാൻ പറയാം. പുരാതന കാലത്ത് പണ്ടൊക്കെ നമുക്കറിയാം, യഹൂദന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ വലിയ നീളമുള്ള ഡ്രസ്സാണ് എന്ത് ചെയ്യുന്നത്? ഉപയോഗിക്കുന്നത്. എവിടെയെങ്കിലുമൊക്കെ യാത്ര പുറപ്പെടാൻ പോകുമ്പോൾ, ഒരു യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ അവർ ഈ നീളമുള്ള ഈ വലിയ കുപ്പായം, ഈ ഉടുപ്പ് എന്ത് ചെയ്യും? കെട്ടിവെക്കും, നല്ലാതെ കെട്ടി ഉറപ്പിക്കും. ഇല്ലെങ്കിൽ സുഗമമായിട്ട് സഞ്ചരിക്കാൻ പറ്റുകയില്ല. മിസ്രൈമിൽ അടിമകളായിരുന്ന ഇസ്രായേൽ മക്കളോട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് നിങ്ങളുടെ അര കെട്ടി ചെരുപ്പിട്ട് മുറുക്കുക. പറഞ്ഞില്ലേ? പറഞ്ഞോ? പുറപ്പാട് 12:11 വായിക്കണ്ട. നിങ്ങളുടെ അര കെട്ടണം. കാരണം നിങ്ങൾ ഇനി മിസ്രൈമിൽ കിടക്കേണ്ടവരല്ല. നിങ്ങൾ ഈ മിസ്രൈമിൽ നിന്ന് പോകാൻ പോവാ. ദൂതുപിടി കിട്ടുന്ന എത്ര പേരുണ്ട്? സ്വത്രം. മനസ്സിൻ്റെ അര കെട്ടിയില്ലെങ്കിൽ സ്വത്രം നിത്യരാജ്യത്തിലോട്ട് നിങ്ങൾ പോകത്തില്ല. എത്ര പേർക്ക് ദൂത് മനസ്സിലായി? വളരെ സീരിയസ് ആയിട്ട് എടുക്കണേ. ഇന്ന് പകൽ എന്തും ചിന്തിച്ച്, ചിന്തയ്ക്കനുസരിച്ച് തോന്നുന്ന പോലെ പ്രവർത്തിച്ച്, സ്വന്തം മനസ്സ് തന്റെ അനുഭവം വെച്ച് പലത് ചിന്തിച്ചു കൂട്ടി പ്രവർത്തിക്കുന്നവരോട് ആത്മാവ് ഇന്ന് പകൽ പറയുന്നത്, അര കെട്ടിയില്ലെങ്കിൽ പുറപ്പാടില്ല കേട്ടോ. മനസ്സിന്റെ അര കെട്ടിയില്ലെങ്കിൽ പുറപ്പാടില്ല. ഇന്ന് പകൽ മനസ്സിന്റെ അര കെട്ടുന്നവർക്ക് ഉറപ്പാ, എനിക്കൊരു പുറപ്പാടുണ്ട്. ശിഖരവദരജഗനഘടക അന്തരാദര വൈച്ചമനരിക ശംബര. അതുകൊണ്ടാ റോമർ 12:2 പറയുന്നത് എന്താ? സ്തോത്രം. നിങ്ങളുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. സ്തോത്രം, സ്തോത്രം. അത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന നിയോഗമാ. ഈ ലോകത്തോട് അനുരൂപര് ആകരുത്. ഈ ലോകത്തിന്റെ പ്രശ്നം എന്താ അറിയോ? അവരുടെ ചിന്തയ്ക്ക് അനുസരിച്ച് പോയിക്കൊണ്ടിരിക്കുക. ചില ആൾക്കാർ രാവിലെ എഴുന്നേറ്റ്, രാവിലെ ഇതെന്താ തോന്നുന്നു വെച്ചാൽ അതിനനുസരിച്ച് ഇന്ന് രാവിലെ കൊല്ലത്തേക്ക് പോകാൻ തോന്നി, അന്നേരം കൊല്ലത്തേക്ക് പോവുക. ഇന്ന് രാവിലെ പോയിട്ട് മന്തി മനസ്സിൽ പോയിട്ട് കുഴിമന്തി കഴിച്ചേക്കാന്ന് വന്നാൽ അന്നേരം എന്ത് ചെയ്യുക? അങ്ങോട്ട് പോവുക. അത് വേറെ ചിലർക്ക് തോന്നുന്നത് അതല്ല. രാവിലെ ഒന്ന് ഷാപ്പിലേക്ക്, ഇല്ലേ? രാവിലെ ഒന്ന് മിനുങ്ങണമെന്ന് തോന്നുമ്പോൾ അവൻ എന്ത് ചെയ്യും? പ്ലാനൊന്നും ഇല്ലായിരുന്നു, അല്ലേ? മദ്യപിക്കണമെന്ന് പ്ലാനൊന്നും ഇല്ല. പക്ഷെ രാവിലെ ആയപ്പോൾ എന്ത് ചെയ്തു? പെട്ടെന്ന് മനസ്സിനകത്തോട്ട് വന്നു, അതനുസരിച്ച് അങ്ങ് പോയി. ഇതിന്റെ അപകടം നിങ്ങൾക്ക് പിടി കിട്ടിയോ? വിശ്വാസിയും അങ്ങനെ ഈ അര കെട്ടാതെ തോന്നുന്ന ചിന്ത അനുസരിച്ച് പ്രവർത്തിക്കുന്നവനാണെങ്കിൽ അപകടം എത്ര പേർക്ക് മനസ്സിലായി? ജീസസ്. മനസ്സിന് നിയന്ത്രണമില്ലാത്തവരാണെങ്കിൽ വരുന്ന ചിന്ത അനുസരിച്ച് പാദം ചലിപ്പിക്കാൻ തുടങ്ങിയാൽ അപകടത്തിലേക്കുള്ള പോക്കല്ലേ, പ്രശ്നത്തിലേക്കുള്ള പോക്കല്ലേ. ഇന്ന് പകൽ തോന്നൽ അനുസരിച്ചല്ല ആത്മികന്റെ ജീവിതം. അപ്പൊ തോന്നുന്ന ചിന്ത അനുസരിച്ചല്ല. ദാവീദിന് തോന്നുക, രാവിലെ എഴുന്നേറ്റ് തോന്നി ജനത്തെ ഒന്ന് എണ്ണിയേക്കാം, ജനത്തെ ഒന്ന് എണ്ണിയേക്കാം. എണ്ണി അതിനെ അനുഭവിക്കുകയും ചെയ്തു, അല്ലേ? പിന്നെ ഒരു തോന്നൽ വന്ന്, നിങ്ങൾക്കറിയാം, കിളിവാതിലൂടെ നോക്കിയപ്പം കാണാൻ പാടില്ലാത്തൊരു കാഴ്ച കണ്ട്, അന്നേരം വേറൊരു തോന്നല്. ഇതിനെല്ലാം കൊടുത്തില്ലേ? അനുഭവിച്ചില്ലേ? ഇന്ന് പകൽ തോന്നലുകൾക്കനുസരിച്ചല്ല, നിന്റെ അല്ലെ രൂപാന്തരപ്പെടാത്ത മനസ്സിന്റെ ചിന്ത അനുസരിച്ചല്ല. ഇന്ന് പകൽ ആത്മാവ് പറയുക, അവൻ നിന്റെ മനസ്സ് പുതുക്കി അവൻ ഒന്ന് രൂപാന്തരപ്പെട്ട് ക്രിസ്തുവിന്റെ മനസ്സാകണമെന്ന നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകുന്നു. നമ്മുടെ മനസ്സാരുടെയാ? ആരുടെ മനസ്സാ? ക്രിസ്തുവിന്റെ മനസ്സാന്നാ വചനം പറയുന്നല്ലേ. ക്രിസ്തുവിന്റെ മനസ്സാ. ആ മനസ്സിന്റെ തോന്നലാ നമ്മുടെ തോന്നലായി മാറേണ്ടത്. അതിന് വെളിയിലോട്ടുള്ളതിനെല്ലാം നമ്മൾ പിടിച്ചടക്കണമെന്ന് ഇന്ന് പകൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. കർത്താവേ, എനിക്കൊരു പുറപ്പാടുണ്ട്, എനിക്കൊരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തിലേക്ക് ഞാൻ പോവുക. അടുത്ത പദം എനിക്ക് വിശദീകരിക്കണം, സമയം പോകുന്നു കേട്ടോ. നിർമ്മതരായിരിക്കുക. സ്തോത്രം. നിർമ്മതരായിരിക്കുക. ശരിക്കും പറഞ്ഞാൽ എന്താണ്? സുബോധമുള്ളവരായിരിക്കുക. അതാ അതിൻ്റെ അർത്ഥം. ബോധത്തോടെ ജീവിക്കുക. സ്തോത്രം. ആത്മികൻ ശരിക്കും ബുദ്ധിയുള്ള ആരാധനക്കാരാ, അല്ലേ?
ആത്മികൻ ജ്ഞാനിയാ. ലോകത്തിലെ ഏറ്റവും വലിയ ജ്ഞാനി ആരാ? ലോകത്തിൽ ജ്ഞാനികളാരാ? ഈ ലോകത്തിലെ ജ്ഞാനമാണോ? ഉയരത്തിലെ ജ്ഞാനം പ്രാപിച്ചവരാ. അതുകൊണ്ടാ ദൈവത്തെ അന്വേഷിക്കുന്നവരെ ദൈവം വിളിച്ച പേര് ബുദ്ധിമാന്മാരെന്നാ. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് കാണാൻ. ശരിയല്ലേ? ഇന്ന് രാവിലെ ഈ പ്രാർത്ഥനയ്ക്ക് വന്ന് നിങ്ങളെ നോക്കി ആളുകൾ വിഡ്ഢികളാണെന്നും വിവരമില്ലാത്തവന്മാരാണെന്നും ബോധമില്ലാത്തവരാണെന്നും പറയുമ്പോൾ ദൈവം പറയും, ഇന്ന് രാവിലെ എന്നെ ആരാധിക്കാൻ പ്രാർത്ഥനയ്ക്ക് ആലയത്തിനകത്ത് വന്ന് ദൈവസന്നിധി പ്രാർത്ഥിക്കുന്ന സന്തോഷിക്കുന്ന നിങ്ങളെ നോക്കി ദൈവം പറയും, ഇവരെ പോലെ ജ്ഞാനികളായ, ഇവരെ പോലെ അല്ലെ കൃപയുള്ള, ഇവരെ പോലെ ഇത്രയും ബുദ്ധിയുള്ള ആളുകൾ വേറെയില്ല. സുബോധമുള്ളവരായിരിക്കണം. തെസ്സലോനിക്കർ 1 തെസ്സലോനിക്കർ 5:6-8 വായിച്ച മോളെ, വേഗം വായിച്ചു. 12:15. അതെ, അത് തന്നെ മാമി, ഉറക്കെ വായിച്ചോ. ആകയാൽ ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധവുമായിരിക്ക. അപ്പം ശ്രദ്ധിക്കണം, ആത്മികൻ ജാഗരൂകനായിരിക്കേണ്ടവനാ. കാരണം അവൻ ഏറ്റവും കൂടുതൽ ജാഗ്രത വേണ്ടത് അവൻ്റെ മനസ്സിൻ്റെ കാര്യത്തിലാണ്, അവൻ്റെ ചിന്തയുടെ കാര്യത്തിലാണ്. അവിടെയായി കുഴപ്പങ്ങൾ. ലോകത്തിൽ എല്ലാ കുഴപ്പവും ഉണ്ടാകുന്നത് ചിന്തയിലാണ്, അല്ലേ? സംശയം ഉണ്ടാകുന്ന എവിടുന്നാ? ചിന്തയിലാ. ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നൽ വരുന്നത് എവിടുന്നാ? അവൻ എനിക്കിട്ട് പാര പണിയുന്നുള്ള ചിന്ത പിശാച് കൊണ്ടുവരുന്ന എവിടാ? എല്ലാം ഇതിനകത്താ, തലയ്ക്കകത്താ. ക്രിസ്തുവിൻ്റെ മനസ്സല്ലെങ്കിൽ തീർന്നു. അതിനെ അര കെട്ടണമെന്ന് പറയുന്നത് മനസ്സിൻ്റെ. സ്തോത്രം. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഈ നിർമ്മതരായിരുന്നില്ലെങ്കിൽ എന്നാ കുഴപ്പം? പത്രോസ് തന്നെ പറയുന്നുണ്ട്. 1 പത്രോസ് 5:8 പറയുന്നുണ്ട്, നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. എന്താ കാര്യം? നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരേ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നുണ്ട് സഹോദരങ്ങളെ. അതുകൊണ്ടാ നിന്നോടൊന്ന് ഉണർന്നിരിക്കാൻ പറഞ്ഞത്, ഇന്ന് പകൽ നിർമ്മതരായിരിക്കാൻ പറഞ്ഞത്. അവൻ നിന്നെ വിഴുങ്ങിയാൽ, അവൻ നിന്നെ ആക്രമിച്ചാൽ, അവന്റെ കയ്യിൽ അകപ്പെട്ടു പോയാൽ, അവന്റെ കയ്യിൽ ആയുധമായി നീ മാറിയാൽ, അവൻ നിന്റെ ഹൃദയം കൈവശമാക്കിയാൽ, സ്തോത്രം, ജീവിതം തകരാൻ തുടങ്ങും. അതുകൊണ്ട് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുക, ഉണർന്നിരിക്കുക. സ്തോത്രം. പിശാച് നിന്നെ കൈവശമാക്കാതിരിക്കാൻ പ്രാർത്ഥിക്കുക, അല്ലേ? പത്രോസിനോട്, യോഹന്നാനോടും യാക്കോബിനോടും ഗദസമനയിൽ വെച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. പരീക്ഷയിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം കൊണ്ട് അകപ്പെടാതിരിപ്പാണ്ടൊക്കെ വേണം. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. അകപ്പെടുക. ഇന്ന് നമ്മൾ സങ്കീർത്തനം പറഞ്ഞപ്പോഴും അത് പറഞ്ഞായിരുന്നല്ലേ, ദുഷ്ടന്മാരുടെ കയ്യിൽ ഞാൻ അകപ്പെടാതിരിക്കാൻ. വിടവിലൂടെ വീണുപോവുക. പ്രിയപ്പെട്ടവരെ, ആത്മലോകത്തിൽ ഇത്തരം വിള്ളലുകളുണ്ട്. നമ്മൾ റോഡിലൂടെ നടന്നു പോകുമ്പോൾ നമ്മൾ വാർത്ത കേൾക്കാറില്ലേ? ആളുകൾ ഓടയിൽ വീണു, സ്ലാവ് ഇളകി നീങ്ങി, എന്ത് ചെയ്തു? നടന്നു പോയവനാ അതിനകത്തോട്ട് വീണു. നമ്മുടെ ഇവിടെയൊക്കെ ചെറിയ ഓടയാ, വലിയ ഓട, വലിയ അതിനകത്തൊക്കെ പോയാൽ പിന്നെ അതവർക്ക് മനസ്സിലായി. പിശാച് ഇങ്ങനെ വിള്ളലുകൾ ഒരുക്കി വെച്ചിട്ടുണ്ട് വീഴ്ത്താൻ. സ്തോത്രം. അതുകൊണ്ടാ പരിശുദ്ധാത്മാവ് പറയുന്ന വളരെ സൂക്ഷിക്കണം. കയ്യിനോട് പറഞ്ഞില്ലേ, കയ്യിനെ, പാപം നിന്റെ വാതുക്കൽ കിടക്കുന്നു, നീ അതിനെ കീഴടക്കണം എന്ന് വചനം കേൾക്കുന്നവരോട് ഗൗരവമായി പറയുകയാ, അല്ലേ? നിങ്ങൾ ആരും ആ വിള്ളലിലൂടെ വീണു പോകരുത്. സ്തോത്രം. വീഴ്ത്താൻ പിശാച് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. വീഴത്തിൽ എന്നൊക്കെ പറഞ്ഞു നിങ്ങൾ അല്ലേ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിക്കട്ടെ എന്ന് അവൻ ഒത്തിരി പേരെ വീഴ്ത്തിയവനാ. അവനറിയാം ആളുകളെ എങ്ങനെ വീഴ്ത്തണമെന്ന്. അതിനുള്ള പദ്ധതി ഒരുക്കി കാത്തിരിക്കുമ്പോൾ ഉണർന്നിരിക്കുന്നവൻ വീഴത്തില്ല, പ്രാർത്ഥിക്കുന്നവൻ ആ വിള്ളലിൽ വീഴത്തില്ല. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുക, അലസമായ ഒരു ജീവിതം നയിക്കാനല്ല എന്നെയും നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. സുബോധത്തോടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ച് ആത്മാവിൽ ജാഗരിച്ചില്ലെങ്കിൽ ഞാനും നിങ്ങളും വിടവുകളിൽ വീണുപോകാൻ സാധ്യതയുണ്ട്. അവസാന കാര്യം, അപ്പൊ വരാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ
അത് നമ്മൾ ആദ്യം പറഞ്ഞത്. അവിടുത്തെ വരവിൽ നമുക്കുണ്ടാകുന്ന ഭാഗ്യകരമായ അനുഭവം, ഭാഗ്യകരമായ പ്രത്യാശ. ആ പ്രത്യാശയിലേക്ക് പോകാനാണ് ഞങ്ങൾ ഒരുങ്ങുന്നതെന്ന് എത്ര പേർക്ക് പറയാനുണ്ട്? അതിൽ പൂർണ്ണ പ്രത്യാശ വെച്ചോണം. അതിലാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം. വിശ്വാസത്തിൽ വന്നതിൻ്റെ ലക്ഷ്യം, ആരാധിക്കുന്നതിൻ്റെ ലക്ഷ്യം, കഷ്ടമനുഭവിക്കുന്നതിൻ്റെ ലക്ഷ്യം, യേശുക്രിസ്തുവിലൂടെയുള്ള നിത്യ മഹത്വം. ആമേൻ. അത് കാണാനും ദൈവം നമുക്ക് തരുന്ന ആ തേജസ്സിൽ ജീവിക്കാൻ വേണ്ടിയാണ്. ഇന്ന് പകൽ എത്ര പേർക്ക് ആ പ്രത്യാശയുണ്ട്? ആമേൻ. അതോർക്കുമ്പോൾ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണുകയാ. അതിൽ നിന്റെ വിരുദ തെറ്റിക്കുന്ന നിന്റെ മനസ്സാ, നിന്റെ ഈ ജഡമാ. അതുകൊണ്ടാണ് നിന്റെ മനസ്സ് കെട്ടണം. നിന്റെ ചിന്തകളെ നിയന്ത്രിക്കണം. ക്രിസ്തുവിന് വിരോധമായി പോകുന്നതിനെ നിങ്ങൾ ഈ ദിവസങ്ങളിൽ പരിഹരിക്കണം. കാരണം എനിക്കും നിങ്ങൾക്കും ഒരു പുറപ്പാടുണ്ട്. എല്ലാ കണ്ണുകളും അടയട്ടെ. ജീസസ്, ജീസസ്. പ്രിയപ്പെട്ടവരെ, പത്രോസിന് നമ്മളോട് പറയാനുള്ളത്, നിങ്ങൾ വരാനുള്ള ആ കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെക്കണം. പരിശുദ്ധാത്മാവ് നമ്മോട് പറയുക, നമ്മെ തന്നെ ആ വചനത്തിന് മുമ്പാകെ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ മനസ്സ് ഈ ദിവസങ്ങളിൽ ദൈവത്താൽ നിയന്ത്രിക്കപ്പെടട്ടെ. നമ്മുടെ മനസ്സ്, നമ്മുടെ ചിന്തകൾ നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയരുത്. നമ്മുടെ ജീവിതത്തെ തകർത്ത് കളയരുത്. പിശാച് നമ്മളെ വിഴുങ്ങുവാൻ ഇടവരരുത്. വചനത്തിന് മുമ്പാകെ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം.